ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഇതിപ്പം കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാം. ഇപ്പോൾ 2019 ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കുണ്ടെന്ന് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ പറയുന്നത് ഞങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 40-50 ദിവസം ഈ സ്വർണ്ണപ്പാളികൾ മറ്റൊരാളുടെ കയ്യിൽ വെക്കാനുള്ള ഒരു അധികാരം ഇത് ദേവസ്വം ബോർഡ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് വലിയ നിർണായകമാവില്ലേ? വ്യവസ്ഥാപിതമായിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്തത് എന്ന് പത്മകുമാർ പറയുന്നതിൻ്റെ അർത്ഥം വ്യവസ്ഥാപിതമായിട്ട് ശബരിമലയിൽ അഴിമതി നടന്നുകൊണ്ടിരുന്നു, ഞങ്ങളത് കൂടുതൽ വ്യവസ്ഥാപിതമായിട്ട് നടത്തി എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ. ഞങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നതല്ല, അഴിമതിയുടെ തുടർച്ചയായിട്ട് പോയി. അതെ, 30 കൊല്ലത്തെ അന്വേഷിക്കണം എന്നല്ലേ ഇപ്പൊ BJPയുടെ നിലപാട്. അതെ, 2019 മുതൽ 2025 വരെയുള്ള 6 കൊല്ലത്തെ കാര്യമല്ലേ ഹൈക്കോടതി നോക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ പുറകോട്ട് പോയാൽ പിന്നെയും കിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിക്കുന്നു. അതെ, അതിന് മുമ്പ് ഈ 2019 മുതൽ ഇപ്പൊ പത്മകുമാർ ഇതിൻ്റെ അകത്ത് പെടുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരിൽ ഈ മുരാരി ബാബു പോലുള്ള സാധനങ്ങൾ, അതെ, അവര് മുമ്പേ അവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അവരെത്രയോ കാലമായിട്ട് അവിടെ അഴിമതി നടത്തുന്നില്ലേ? അതെ, അതിലേക്ക് ഒരാളോട് വന്ന് കയറുന്നു. അപ്പോൾ ആ നേരത്തെ തന്നെ വ്യവസ്ഥാപിതമായിട്ട് അവിടെ അഴിമതി ഉണ്ട്. ഞങ്ങൾ അതിന്റെ തുടർച്ച നടത്തുന്നു എന്നാണല്ലോ ഈ പത്മകുമാർ പറയുന്നതിന്റെ അർത്ഥം. എനിക്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഇങ്ങനെ അത് വ്യാഖ്യാനിക്കാനായിട്ട് എനിക്ക് അറിയാവൂ. അല്ലെങ്കിൽ തന്നെ പത്മകുമാറിന് എനിക്ക് പണ്ടേ സംശയം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പംകുടി കൊളത്തു അയ്യർ എന്ന് പറഞ്ഞൊരാള് ശാസ്താസ്തുതി കദംബം എന്ന് പറഞ്ഞിട്ട് 2020 തന്നെ തിരുവനന്തപുരത്ത് ചാലയിലെ ജയേന്ദ്ര ബുക്ക് ഡിപ്പോ ശാസ്താസ്തുതി കദംബം എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു 2020 തന്നെ. ഇതില് ഹരിവരാസനം ഉണ്ട്. ഹരിവരാസനം എന്ന് പറഞ്ഞ് ഇപ്പൊ യേശുദാസ് പാടുന്നത്. ഇത് ഈ പത്മകുമാറിന്റെ കുടുംബത്തിലെ ഒരു ജാനകി അമ്മ അവിടെ ഈ ശാന്തിയും വെളിച്ചപ്പാടും ഒക്കെ ആയിരുന്ന ഒരു തമിഴ് ബ്രാഹ്മണനുമായിട്ട് സംബന്ധമായി. ഈ ജാനകി അമ്മ എഴുതിയതാണ് ഹരിവരാസനം, എന്നിട്ട് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചതാണെന്നാണ് പത്മകുമാർ പ്രസിഡന്റ് ആയപ്പോൾ പത്മകുമാർ ഒരു കഥ ഇറക്കിയത്. എനിക്ക് എൻ്റെ കുടുംബത്തിന് നേരത്തെ ശബരിമലയായിട്ട് ബന്ധമുണ്ട് എന്ന് വരുത്താനാണ്. പക്ഷെ അവർ പറഞ്ഞ കഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകി അമ്മ വേറെ എന്തെങ്കിലും എഴുതിയതായിട്ടോ ഒന്നും തെളിവില്ല, ഒരു തെളിവുമില്ല. അപ്പൊ അത് വിവാദമായി മാറുകയും മാത്രമല്ല ഈ NSSന്റെ സർവീസിന്റെ പത്രാധിപരായിരുന്ന ആൾ എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നു. ഈ കുടുംബത്തിലെ ഒരു മോഹൻകുമാർ എന്ന് പറഞ്ഞൊരാള് അയാളുടെ സഹോദരിയുടെ പേരിൽ ഒരു ലേഖനം അയച്ചു കൊടുത്തിരുന്നു സർവീസിന്. ഹരിവരാസനം ഞങ്ങളുടെ കുടുംബത്തിലെ ജാനകി അമ്മ എഴുതിയതാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ G. സുകുമാരൻ നായരുമായിട്ട് കൺസൾട്ട് ചെയ്തു ഈ പത്രാധിപര്. അപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു തെളിവില്ലാത്തൊന്നും കൊടുക്കണ്ടെന്ന്. സർവീസ് പ്രസിദ്ധീകരിച്ചില്ലത്, തള്ളി. എന്നിട്ട് മനോരമയിലാണ് ഇത് വരുന്നത് ഒരു വാർത്തയായിട്ട്. മനോരമയിലാണ് ജാനകി അമ്മ എഴുതിയെന്നും പറയുന്നു പത്തനംതിട്ടയെന്ന് വരുന്നത്. മനോരമയിൽ തന്നെ P. കിഷോർ പണ്ട് വാരാന്ത പതിപ്പിൽ എഴുതിയിരുന്നതാണ് കമ്പംകുടി കുളത്തുവയ്യരാണ് ഹരിവരാസനം എഴുതിയതെന്ന്. ഞാൻ ഹരിവരാസനം എഴുതിയത് അദ്ദേഹമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം സമ്പാദകനായി 2020 തന്നെ ഇറക്കിയ ശാസ്താസ്തുതി കദംബത്തിൽ ഇതുണ്ട്. ഇവര് പറയുന്ന കഥ, ഇവര് ആ പുസ്തകത്തിനെ പറ്റിയൊന്നും ധാരണയില്ലാത്തത് കൊണ്ടോ മറ്റോ ഈ പത്മകുമാറിന്റെ ഇവരിറക്കിയ തിരക്കഥയിൽ 2021 ആണ് ഈ ജാനകി അമ്മയുടെ കഥയൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ തന്നെ തീർന്നില്ല, 2020 മറ്റേ പുസ്തകമുണ്ട്. അതെ. പിന്നെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആളാണ് M. ശിവറാം, പ്രശസ്ത പത്രപ്രവർത്തകൻ, വിദേശത്തൊക്കെ അറിയുന്ന. M. ശിവറാം എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകൻ ഉള്ളപ്പോൾ ഈ ഹരിവരാസന സ്വന്തം കുടുംബത്തിലെ ആരെങ്കിലും എഴുതിയതാണെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും എഴുതിയിടുമായിരുന്നില്ലേ? കൊള്ളാവുന്നൊരു പത്രപ്രവർത്തകനുള്ളപ്പോൾ അത് ചെയ്തിട്ടില്ല, ശിവറാം ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ ഈ കഥ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഹരിവരാസനം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കി. അപൂർവം ചില സംഖ്യകളും ഈ ജാനകി അമ്മയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ പിന്നാലെയും കൂടി ഇത് തന്നെ ഒരു കള്ളക്കഥയായിരുന്നു ഇതേ. കാരണം ഈ കമ്പംകുടി എന്ന് പറയുന്ന അവിടെ ഈ ശാസ്താപ്രീതി എന്ന് പറഞ്ഞത് നടക്കും. ഈ കല്ലടക്കുറിച്ചി ആ ഭാഗത്ത് ഒക്കെ ശാസ്താപ്രീതി എന്ന് പറഞ്ഞിട്ട് ഈ തമിഴ് ബ്രാഹ്മണർ ചെയ്യുന്നതാണിത്. ശാസ്താവ് വളരെ പ്രധാനമാണ് അവർക്ക്.
അവർ ഈ പെരിയ സ്വാമിയൊക്കെ ആയിട്ടേ ഉം. ഈ കുളത്തൂർ ഒരു പെരിയ സ്വാമിയായിരുന്നു ശബരിമലയിലേക്ക് പോകുന്നത്. 1950 ഈശ്വരൻ നമ്പൂതിരി അവിടെ മേൽശാന്തിയായിരുന്നപ്പോൾ ആ. ഈ കത്തിച്ചില്ലേ അതെ. കാഞ്ഞിരപ്പള്ളിയിലെ കുറെ തോട്ടം ഉടമകൾ, ആ കാലത്ത് ഈശ്വരൻ നമ്പൂതിരി അവിടെ മേൽശാന്തിയായിരുന്നപ്പോഴൊക്കെ ഈ കുളത്തൂര് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സ്വാമി അയ്യപ്പൻ എടുത്ത കാർത്തികേയനില്ലേ മെറിലാൻഡ് സ്റ്റുഡിയോ, ആ. അദ്ദേഹത്തിന് അറിയാം ഈ കുളത്തൂരിയൊക്കെ. കുളത്തൂര് 105 കൊല്ലം വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നൊക്കെ ഈ കാർത്തികേയൻ ഓർക്കുന്നുണ്ട്. ആണല്ലേ? ആ, നമ്മുടെ മെറിലാൻഡ് സ്റ്റുഡിയോയിലെ. ആ. അപ്പൊ ആ ഭാഗത്താണ് തെളിവ് കൂടുതൽ. ജാനമ്മയുടെ ഭാഗത്ത് ഒരു അക്ഷരം പോലും ഇല്ല തെളിവായിട്ട്. അപ്പൊ ഈ പത്മകുമാർ ഇങ്ങനെ പലതും പറയും എന്ന് ഞാൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവസ്വം ബോർഡ് മൊത്തത്തിൽ കുറ്റവാളികളാണ്. തന്ത്രിയുണ്ട്, രാജീവര് കണ്ഠരര് ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ കണ്ഠരര് രാജീവര് എന്ന് പറയുന്ന തന്ത്രി ചെമ്പാണെന്ന് പറയുന്ന ആ മഹസറിന്റെ അകത്ത് ഇങ്ങേരും ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴും ഒപ്പുവെച്ചിട്ടുണ്ട്, തന്ത്രി ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ചെമ്പിന് ഒപ്പുവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിയല്ലേ? അതെ. ഉപ്പ് വെക്കാതിരിക്കാൻ മിടുക്ക് കാണിച്ച ഒരുത്തൻ ആ മഹസറിന്റെ ഒപ്പുവെച്ചിട്ടില്ല അല്ലേ? ആ രാജേന്ദ്ര പ്രസാദും കാര്യം വരുമ്പോൾ ഒരാൾ ഒപ്പുവെച്ചിട്ടില്ല അതിൻ്റെ അകത്ത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 9 പേര് ഇതിൻ്റെ അകത്ത് പ്രതികൾ വന്നല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതി. 2019 ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന B മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, ദേവസ്വം സെക്രട്ടറി S ജയശ്രീ, അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർമാരായ KS ബൈജു, RG രാധാകൃഷ്ണൻ. പാളികൾ തിരികെ പിടിപ്പിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ. ഇതാണ് ഈ 9 പേര്. അത് പോരല്ലോ. അതുകൊണ്ട് ദേവസ്വം ബോർഡിനെയും പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ FIR-ൽ. അതാണ് പുതിയ വിവരം. അപ്പൊ പിന്നെ N വാസു സത്യത്തില് പിണറായി വിജയന്റെ ഒരു വിശ്വസ്തനാണല്ലോ. അതെ. N വാസു മുമ്പ് കമ്മീഷണറായിരുന്നപ്പോൾ തന്നെ കുറെ വിവരങ്ങളുമൊക്കെ ഈ അടുപ്പം. അപ്പോൾ വാസുവിൻ്റെ പറയുന്നതിനായിരിക്കും കൂടുതൽ പാർട്ടി വില കൊടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ പത്മകുമാർ ആ കാലത്ത് പാർട്ടിയുമായിട്ട് ഇടഞ്ഞാണ് നിന്നത്. ആ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പ്രത്യേകിച്ച് യുവതീ പ്രവേശനത്തിന് പത്മകുമാർ എതിരായിരുന്നു. ഇടയ്ക്കൊന്ന് രാജിവെച്ചതായിട്ടും എനിക്ക് വിവരം ഉണ്ടായിരുന്നു ആ കാലത്ത് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്. അപ്പോൾ കവർച്ച, വിശ്വാസവഞ്ചന, മോഷണം, ഗൂഢാലോചന തുടങ്ങി ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. പത്മകുമാരൻ ന്യായമായിട്ട് ഇതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്ത് വരും. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ, ശ്രീകോവിലെ കട്ടളയിലെ പാളികളിലെ സ്വർണം, ഇതൊക്കെ കൊള്ളയടിച്ചു. രണ്ട് സംഭവങ്ങളാണ് കേസ്. ഒന്ന് ദ്വാരപാലക പാളികൾ, മറ്റേത് കട്ടളയുടെ പാളികൾ. അതല്ലേ ആദ്യത്തത്. അതെ. ആദ്യം ഒരെണ്ണം ഒരു തവണ കൊണ്ടുപോകുന്നു, എനിക്ക് തോന്നുന്നു ജൂലൈയിൽ. ഓഗസ്റ്റിലും മറ്റേ കൊണ്ടുപോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾക്ക് ഇതിൽ വൈദഗ്ധ്യം ഇല്ല എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. എന്നിട്ട് അവർ പുറത്ത് നിന്ന് ഇല്ലേ ഔട്ട്സോഴ്സ് ചെയ്യാണ് 2 തവണയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് രേഖകളിൽ എഴുതിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഗോവർദ്ധൻ എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് രേഖകളിൽ എഴുതിയിരിക്കുന്നത്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വല്ലാത്ത ബുദ്ധിയല്ലേ? രേഖകളിൽ ഗോവർദ്ധൻ എന്ന് എഴുതിയാൽ മതി. ചിലർ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ട് അതെൻ്റെ തൂലികാനാമമാണ് എന്ന് പറയുന്നത് പോലെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞിട്ട് ഇനി വേറൊരു പുസ്തകത്തിന് സ്കോപ്പായി. അപ്പോൾ ഇത് ഇനി മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യും, അറസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി KT ശങ്കരൻ ഇതിന് ശരിക്കും യോഗ്യനായ ഒരാൾ തന്നെ. അദ്ദേഹം അവിടെ ഇൻവെന്ററി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആഭരണം, സ്വർണം, വെള്ളി എല്ലാത്തിൻ്റെയും കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ 2019 വാതിൽപ്പാളികൾ സ്വർണം പൂശി തിരികെ കൊടുത്തിരിക്കുന്നത് സ്പോൺസറായ ഗോവർദ്ധൻ ആണ് എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ രേഖകളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് എന്ന് ഏതാണ്ടൊക്കെ
കണ്ടെത്തിയിട്ടുണ്ട്. വിജിലൻസ് റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉം. എന്ന് പറഞ്ഞാൽ ദേവസ്വം വിജിലൻസ് കോടതിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അകത്ത്. അപ്പോൾ 3 തവണയായി ഗോവർദ്ധൻ 512 ഗ്രാം സ്വർണം കൊടുത്തു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ദേവസ്വം വിജിലൻസ് ശേഖരിച്ച രേഖയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈയൊഴിഞ്ഞു, അവർ പിടിക്കപ്പെടും എന്ന് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ വാതിലിൽ 321.6 ഗ്രാം, പടികളിൽ 184 ഗ്രാം സ്വർണം പൂശി എന്നാണ് ഈ രേഖകളിലൊക്കെ പറയുന്നത്. പക്ഷേ ശബരിമലയിൽ നിന്ന് എത്തിച്ച വാതിലിലെ ലോഹപ്പാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തു എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. വാതില്, പടി, അതിൽ നിന്ന് ലോഹപ്പാളികളിൽ പൂശാനുള്ള സ്വർണം ഗോവർദ്ധൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേർതിരിച്ച സ്വർണം ഉണ്ടല്ലോ, സ്വർണ്ണപ്പാളിയിലത്തത്, അത് മുഴുവൻ തട്ടിയെടുത്തു. കാരണം ഇതിൻ്റെ അകത്ത് 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപ്പേഷിനെ ഏൽപ്പിച്ചു എന്നാണല്ലോ. അതെ, ഒരു കൽപ്പേഷിനെ അയച്ചു കൊടുത്തു. കൽപ്പേഷിൻ്റെ കയ്യിൽ ഇത് കൊടുത്തേക്കാൻ പറഞ്ഞു. അത് 474.9 ഗ്രാം എന്ന് പറയുമ്പോൾ 50 പവൻ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളിത് ഈ മറ്റേ വാതിൽ എന്താണ് ദ്വാരപാലക ശില്പങ്ങളിൽ പാളിയില്ലേ, സ്വർണ്ണപ്പാളികൾ ഞങ്ങൾ ഉരുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, സ്വർണ്ണം ഊറ്റിയെടുത്തു. ഉരുക്കിയത് നോക്കുമ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ മൊഴി കൊടുത്തതനുസരിച്ചിട്ട് 50 പവനോളം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 12-13 പവൻ ചെലവായിട്ട് സ്മാർട്ട് ക്രിയേഷൻസും എടുത്തിട്ടുണ്ട്. അതാണ് ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് 30 കിലോ 38 കിലോ അല്ലേ അതെ മറ്റേവർ കൊടുത്തത്. അതെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ തന്ത്രി, ഈ പറയുന്ന സമയത്തുള്ള ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്നൊരു കൃത്യമായ അഴിമതി. പോയ ആളുകളൊക്കെ പ്രതിയാവും, ഒരു സംശയം വേണ്ട. പത്മകുമാറും പ്രതിയാണ്, തന്ത്രി രാജീവര് കണ്ഠരരും പ്രതിയാണ് ഇതില്. പിന്നെ നേരത്തെ കണ്ഠര് മോഹനര് എന്ന് പറഞ്ഞൊരുത്തൻ ശോഭാ ജോണിന്റെ അടുത്തുനിന്ന് പിടിച്ചു പോയി, അവിടെ തന്ത്രി അല്ലാതായില്ലേ. അതേ അവസ്ഥയിലേക്ക് ഇപ്പോ രാജീവ് കണ്ഠരര് അല്ലേ വരുന്നു. ഇതിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വാജിവാഹനം എൻ്റെ അവകാശമെന്നും പറഞ്ഞ് തന്ത്രി കൊണ്ടുപോയില്ലേ കൊടിമരത്തിലെ, അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് അവകാശമാണെന്ന് തന്ത്രി പറഞ്ഞതായിട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ തലത്തിലേക്കാണ് പോകുന്നത്. പാർട്ടി ഏതാണ്ടൊക്കെ കൈയൊഴിഞ്ഞ് കഴിഞ്ഞല്ലോ. അതെ, തോമസ് ഐസക്ക് അവിടെ മത്സരിക്കുന്ന കാലത്ത് തന്നെ ഹർഷനുമായിട്ട് പത്മകുമാറിന് അടിയുണ്ടായി. അല്ലെ തന്നെ പത്മകുമാറിനെ ഇപ്പോൾ പാർട്ടിക്ക് ഒരു സ്വീകാര്യമില്ല. കാരണം അയാളെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഈ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടപ്പം സർക്കാർ നിലപാടിന് വിരുദ്ധമായിട്ട് നിന്നു. ചുരുക്കം പറഞ്ഞാൽ പത്മകുമാറിനെ പാർട്ടി കൈയൊഴിഞ്ഞു. രാവിലെ ഷട്ടിൽ കളിക്കുമോ എന്തോ, ട്രൗസർ ഇട്ടിട്ട് അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതിന് പോലും ഇനി സമയം കിട്ടില്ല എന്ന് തോന്നുന്നു. ജയിലിലൊക്കെ ആയാല് ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ കൈയൊഴിയാതെ നിവൃത്തിയൊന്നുമില്ല അതിൻ്റെ അകത്ത്. കാരണം അതുകൊണ്ടാണ് വാസവൻ വളരെ ഹാപ്പി ആയിട്ട് കാണുന്നത്. പത്മകുമാറിന്റെ തലയ്ക്ക് വരുമല്ലോ എന്നുള്ളൊരു സന്തോഷം വാസവന്റെ മുഖത്ത് നിന്ന് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. മാത്രമല്ല പത്മകുമാർ ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ. ED ഇതിൻ്റെ അകത്ത് ഇപ്പോൾ രംഗപ്രവേശം ചെയ്യുകയാണ്. കാരണം ഇത്തരം കേസുകളിൽ ഈ അതായത് വിദേശ പണം, ഹവാല, വിദേശ നാണ്യ വിനിമയം ഇതൊക്കെ നടന്നിട്ടുണ്ടോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ നോക്കാനായിട്ട് EDക്ക് അവകാശമുണ്ട്. അപ്പോൾ ED ഈ ഇതിൽ രംഗപ്രവേശം ചെയ്യാൻ സാധ്യതയുണ്ട്. CBI വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് കർണാടകയിൽ, ചെന്നൈയിലൊക്കെ നടന്നിട്ടുള്ളതാണ്. കേരള പോലീസിനേക്കാൾ കൂടുതൽ ഇത് CBI അന്വേഷിക്കേണ്ടതാണെന്ന് കോടതിക്ക് തോന്നിയാൽ CBIക്കും പോവാം. അപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ ഈ കേസ് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പത്മകുമാറിൻ്റെ പിന്നാലെ ED ഉണ്ട്, പിന്നാലെ CBIയും വരാം, തന്ത്രിയും ഇതിൻ്റെ അകത്ത് പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.